ഷിരൂർ രക്ഷാദൗത്യത്തിൽ ഏവരുടെയും ആശ്രയ കേന്ദ്രമാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. ആശങ്ക നിറഞ്ഞ ദിനങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ MLAയുടെ ഇടപെടൽ ശ്രദ്ധിക്കപ്പെട്ടു. മാധ്യമങ്ങളെ വിലക്കിയപ്പോൾ അപകട സ്ഥലത്തെ കൃത്യമായ വിവരങ്ങൾ കൈമാറിയതും MLA തന്നെയായിരുന്നു. കർണാടക നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിലാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. മലയാളിയായ അർജുൻ ഉൾപ്പെടെ 15ഓളം പേരെ കാണാതായെന്ന വേദനിപ്പിക്കുന്ന വിവരം പുറത്തുവന്നു. ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന വിമർശനം. കർണാടക സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഇതിനിടെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സ്ഥലം MLAയായ സതീഷ് കൃഷ്ണ സെയിലിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചത്. നിയമസഭാ സമ്മേളനത്തിൽ അവധി നൽകി MLA ഷിരൂരിൽ ക്യാമ്പ് ചെയ്തു. പിന്നാലെ രക്ഷാദൗത്യം ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ ഇടപെട്ടു. And one thing I want to request Kerala government that Karnataka government, Siddaramaia's government, they are working by 24/27. ദുരന്തഭൂമിയിലേക്ക് മലയാള മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ അനുദിനം കൃത്യമായ വിവരങ്ങൾ സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങൾക്ക് കൈമാറി. കേരളത്തിൽ നിന്ന് ഷിരൂരിലെത്തിയ MLAമാരെ കൂട്ടിയോജിപ്പിച്ച് അർജുന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുവാനും കാർവാറിലെ ഈ ജനപ്രതിനിധി മുന്നിൽ നിന്നു. 24 ഷിരൂർ.